നമസ്കാരം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ക്ഷേത്രമുറ്റങ്ങളിൽ രസം പകർന്നിരുന്ന ഒരു ആർട്ടായിരുന്നു വില്ലിൽ കൊട്ടിയുള്ള പാട്ട് അഥവാ വില്ലടിച്ചാൻ പാട്ട്. അതിനൊരു ചരിത്രമുണ്ട്. പണ്ട് രാജഭരണകാലത്ത് രാജാവും പരിവാരങ്ങളും കൂടി നായാട്ടിനിറങ്ങുമ്പോൾ അവർക്ക് വിശ്രമവേളകളിൽ മരത്തണലിലിരുന്ന് അവരുടെ കൈവശമുള്ള വില്ല് തിരിച്ചു വെച്ച് അതിൽ കൊട്ടി പാട്ടുപാടി രസിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് അവരുടെ ഉല്ലാസത്തിന് വേണ്ടി. അത് പിന്നീട് ഒരു ആർട്ട് ഫോമായി വലിയ വില്ലുണ്ടാക്കി അതിലൊരു സംഘം കൂടിയിരുന്ന് ആ വില്ലിൽ കൊട്ടി പുരാണങ്ങളും ചരിത്രങ്ങളൊക്കെ പാടി പുകഴ്ത്തും. മിക്കവാറും മഹാഭാരത കഥകളും രാമായണ കഥകളൊക്കെ ആയിരിക്കും അന്നുണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് പല ആർട്ടുകളും നമുക്ക് അന്യം നിന്ന് പോയ പോലെ ഈ വില്ലടിച്ചാൻ പാട്ട് എന്ന് പറഞ്ഞ കലയും നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഓർമ്മകളൊക്കെ, നല്ല ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് ഇന്ന് ഈ സ്നേഹക്കൂട്ടിൽ നമ്മുടെ ഗീതാഞ്ജലി വനിതാ വില്ലടിച്ചാൻ പാട്ട് കലാസമിതി, നമ്മൾ തൃശ്ശൂർ മാളയിലുള്ള സംഘമാണ്. ആ ഒരു സംഘം ഇന്ന് ഒരു വില്ലടിച്ചാൻ പാട്ട് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും നമ്മളെ ക്ഷേത്രമുറ്റങ്ങളിലേക്കൊക്കെ വീണ്ടും ഈ വില്ലടിച്ചാൻ പാട്ട് വരേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ട്രഡീഷണൽ ആർട്ടുകളൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാലം. ഇതിനോടൊപ്പം തന്നെയായിരുന്നു കഥാപ്രസംഗം എന്ന് പറഞ്ഞ കല. കഥാപ്രസംഗവും ഇതുപോലെ തന്നെ പൂരപ്പറമ്പുകളിൽ നിന്നൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. എന്നാലും അതിൻ്റെ ഒരു തിരിച്ചുവരവ് കണ്ടു തുടങ്ങുന്നതിൽ സന്തോഷം. ആ കൂട്ടത്തിൽ വില്ലടിച്ചാൻ പാട്ട് എന്ന ഒരു കലാരൂപം വീണ്ടും അതിനൊരു പുനർജീവൻ കൊടുത്തുകൊണ്ട് സംഘടിപ്പിച്ച ഈ വനിതാ ടീമിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരെയാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ ഇവരുടെ അഡ്രസ്സ് ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും. നമ്മുടെയൊക്കെ ക്ഷേത്രമുറ്റങ്ങളിൽ ഉത്സവ വേളകളിൽ ഒരു ആനന്ദം പകരാൻ ഇത്തരം പുരാണ കഥകളും ഒക്കെ അവതരിപ്പിക്കാനായിട്ട് ഇവർക്കും ഒരു അവസരം കൊടുക്കണം എന്നാണ് ഇത്തരം കലകളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഗീതാഞ്ജലി വനിതാ വില്ലടിച്ചാൻ പാട്ട് കലാസമിതിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും എൻ്റെ സ്നേഹം, നന്ദി. താങ്ക് യു. വിനായകം വിഘ്ന നിവാരണ കാരണം, വിനായകം വിഘ്ന നിവാരണ കാരണം, അനാദിമധ്യാദ്യവിഹീനം ഗജാനനം മൂഷികവാഹനം ശിവം, വിനായകം വിഘ്ന നിവാരണ കാരണം, അർച്ചനയ്ക്കാദ്യമായി അർഹത നേടിയ ആദ്യ ഗുരുവരണങ്ങളോ, അർച്ചനയ്ക്കാദ്യമായി അർഹത നേടിയ ആദ്യ ഗുരുവരണങ്ങളോ, ദീപത്തിനുള്ളിലെ ദൈവമാകുന്നതും ദീപത്തിനുള്ളിലെ ദീപമാകുന്നതും ആദ്യ ഗുരുവരണങ്ങളോ, വിനായകം വിഘ്ന നിവാരണ കാരണം, വിനായകം വിഘ്ന നിവാരണ കാരണം, പാലും പഴവും കരിമ്പും കദളിയും പാൽ പായസവും
ചേമ്പും കദളിയും പാൽപായസവും ഇന്നൊരുത്തി പാർവതി നന്ദന ഭക്തജന പ്രിയ നന്ദന ഭക്തജന പ്രിയ പാടി സ്തുതിക്കുന്നു നിത്യം വിനായകം വിഘ്ന നിവാരണ കാരണം വിനായകം വിഘ്ന നിവാരണ കാരണം അനാദിമാദ്യാന്തരീണം മൂഷികവാഹനം ശിവം വിനായകം. അഭിമന്യ ഗുരുമുതൽ കലാസ്നേഹികളായ സഹൃദയരെ, നിങ്ങൾക്കേവർക്കും മാള തൃശൂർ ഗീതാഞ്ജലി വനിതാ കലാവേദി അവതരിപ്പിക്കുന്ന ഈ കലാവിരുന്നിലേക്ക് സ്നേഹ സ്വാഗതം. പാഞ്ചജന്യം മുഴങ്ങി കലയുടെ കാഞ്ചന ശ്രീകോവിൽ തുറന്നു. സംക്രമ സംഭൂത സായാന്തനങ്ങളിൽ സോപാന സംഗീതമുയർന്നു ഉയർന്നു ഉയർന്നു സോപാന സംഗീതമുയർന്നു. പാഞ്ചജന്യം മുഴങ്ങി കലയുടെ കാഞ്ചന ശ്രീകോവിൽ തുറന്നു. സംക്രമ സംഭൂത സായാന്തനങ്ങളിൽ സോപാന സംഗീതമുയർന്നു ഉയർന്നു ഉയർന്നു സോപാന സംഗീതമുയർന്നു. പാഞ്ചജന്യം മുഴങ്ങി കലയുടെ കാഞ്ചന ശ്രീകോവിൽ തുറന്നു. സംഗമ സംഭൂത സായാന്തനങ്ങളിൽ സോപാന സംഗീതമുയർന്നു ഉയർന്നു ഉയർന്നു സോപാന സംഗീതമുയർന്നു. യുഗാന്തരങ്ങളിൽ ഗുഹാമുഖങ്ങളിൽ യാഗശാലക്കരികിൽ യുഗാന്തരങ്ങളിൽ ഗുഹാമുഖങ്ങളിൽ യാഗശാലക്കരികിൽ നീല തന്മുന വീട്ടിയെറിഞ്ഞൊരു നീലവേണികൾ പാടി. നീല തന്മുന വീട്ടിയെറിഞ്ഞൊരു നീലവേണികൾ പാടി. ഈ ആശഭാരത മണ്ണിൽ ഇനിയൊരു ജന്മം തരുമോ? ഈ ആശഭാരത മണ്ണിൽ ഇനിയൊരു ജന്മം തരുമോ? തരുമോ തരുമോ തരുമോ? പാഞ്ചജന്യം മുഴങ്ങി കലയുടെ കാഞ്ചന ശ്രീകോവിൽ തുറന്നു. സംക്രമ സംഭൂത സായാന്തനങ്ങളിൽ സോപാന സംഗീതമുയർന്നു ഉയർന്നു ഉയർന്നു സോപാന സംഗീതമുയർന്നു. ജനാങ്കണങ്ങളിൽ ഗുഹാമുഖങ്ങളിൽ യാഗശാലക്കരികിൽ ജനാങ്കണങ്ങളിൽ ഗുഹാമുഖങ്ങളിൽ യാഗശാലക്കരികിൽ പ്രണവം ചൊല്ലും ചുണ്ടുകളിവിടെ പ്രപഞ്ചഗീതമുണർത്തി. പ്രണവം ചൊല്ലും ചുണ്ടുകളിവിടെ പ്രപഞ്ചഗീതമുണർത്തി. ഈ ആശഭാരത മണ്ണിൽ ഇനിയൊരു ജന്മം തരുമോ? ഈ ആശഭാരത മണ്ണിൽ ഇനിയൊരു ജന്മം തരുമോ? തരുമോ തരുമോ തരുമോ?
ഉയർന്നുയർന്നു. സുന്ദരമായ ഈ ഭൂമിയിൽ പിറന്നു വീണ നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ സൗന്ദര്യത്തെ കുറിച്ച് ധാരാളം കവികൾ പാടിയിട്ടുണ്ട്. എങ്കിലും ശ്രീ വയലാർ പാടിയതുപോലെ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ പൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. പക്ഷേ ഈ ഭൂമിയെ നമ്മൾ അറിയിക്കുന്നുണ്ടോ? ഈ ഭൂമിയെ നമ്മൾ മനുഷ്യർ എത്ര മോശമായിട്ടാണ് ഇന്ന് ഉപയോഗിക്കുന്നത്, അല്ലേ? മലകളെല്ലാം ഇടിച്ചു തകർത്ത് വിറ്റ്, പുഴകളുടെ ഒഴുക്കുകൾ തടഞ്ഞ് അണകൾ കെട്ടി, കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് തണലുകൾ അകറ്റി, മണ്ണിന്റെ സ്വാഭാവിക രീതികൾ മാറ്റി കളഞ്ഞ് രാസപ്രയോഗങ്ങൾ നടത്തി. മാത്രമല്ല തോടുകളും പുഴകളും എല്ലാം മണ്ണിട്ടങ്ങ് മൂടി. എന്നാൽ അതിന്റെ എല്ലാ ഫലം എന്താണ്? കാലാവസ്ഥയ്ക്കൊട്ടും അനുകൂലമല്ലാത്ത വിധം എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ഇതാ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല കൂട്ടരെ, എല്ലാരും നിങ്ങളെ വിഷമിച്ചിരിക്കണേ. അതോ ഈ പ്രകൃതിയുടെ ശോചനീയമായ ഈ അവസ്ഥ കണ്ട് എല്ലാരും വിഷമിച്ചെങ്ങനെ. എന്നാലേ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പിന്നെ അതൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സംഭവങ്ങളാണ് നമ്മുടെ കണ്ണിലൂടെ നമ്മെ വേദനിപ്പിച്ച ഒരു കഥ ഉപയോഗിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് മുൻപ് നടന്ന പെട്ടിമുടിയും കവളപ്പാറയുമെങ്കിൽ അതിൽ നിന്ന് നാം ഒന്നും തന്നെ പഠിച്ചില്ല എന്നതിന്റെ തെളിവാണ് വയനാട്ടിൽ നടന്ന മുണ്ടകൈ ചോദ്യം സംഭവം. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ സഹോദരനാർക്കും നഷ്ടപ്പെട്ടു. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര ജീവനങ്ങളാണ് കൊല്ലുന്നത്. സഹോദരങ്ങളുടെ, മാതാപിതാക്കളുടെ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ വരെ ജീവനുകൾ കൊല്ലുപോയി. എന്നിട്ടും ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഹൈടെക്നോളജിയിൽ പ്രകൃതിയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാമെന്നത് വെറും ഒരു വ്യാമോഹം മാത്രമാണ് എന്നാണ് പ്രകൃതി നമ്മെ തിരിച്ചടി നൽകിയത് അറിയിക്കുന്നത്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഭൂമിയുടെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഇതുവരെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല. എങ്കിലും നമ്മുടെ പൂർവീകന്മാർ പറഞ്ഞു തന്നിട്ടില്ല, കുന്നും മലയും തോടും കുളവും കാടും മേടും കുന്നും മലയും തോടും കുളവും കാടും മേടും അതെല്ലാം വെറും ഒരു പഴങ്കഥകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല മന്ത്രി, ഈ കൊടും വനത്തിലൂടെയുള്ള യാത്ര നമ്മെ വളരെയധികം ക്ഷീണിതരാക്കിയിരിക്കുന്നു. നമുക്ക് അല്പനേരം ഒന്ന് വിശ്രമിക്കാലോ? മാത്രമല്ല ഈ വിശ്രമവേള നമുക്കൊന്ന് ആനന്ദകരമാക്കാം. എങ്കിലേ ഞാനൊരു കഥ പറഞ്ഞാലോ? കഥയോ? കഥ കേക്കട്ടെ. കഥ പറയുന്നതല്ലേ, പിന്നെ പാട്ടാണ്. പാട്ട് വില്ല് കൊട്ടി പാടുന്ന പാട്ട് എന്ന് വെച്ചാ വില്ലടിച്ചാ പാട്ട്. അതെ അതെ, ഈ കഥയും പാട്ടും കൂടി ഇണങ്ങിച്ചേർന്ന് ഈ വില്ല് കൊട്ടിപ്പാടുന്ന വില്ലടിച്ചാ പാട്ട് കേൾക്കുമ്പോഴല്ലേ നമ്മുടെ കാതുകൾക്കൊരു ഇമ്പം. എന്നാ മന്ത്രി, നമുക്ക് കഥ ആരംഭിച്ചാലോ? ആരംഭിക്കാം. പ്രിയമുള്ളവരെ, വ്യത്യസ്തമായ ഒരു ശൈലിയോടെയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. പുത്തൻ തലമുറയ്ക്ക് ഒട്ടും സുപരിചിതമല്ലാത്ത ഈ കലാവിരുന്ന് ഒരു പുത്തൻ അനുഭവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളെ ഏവരെയും വില്ലിൽ കൊട്ടിപ്പാടുന്ന ഈ വില്ലടിച്ച പാട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നു കഥ മൈഥിലി. വിലെന്തു ഭംഗി വർണ്ണരാജികൾ പൂത്തു നിൽക്കുമീ ഈ നാടിനെന്തു ഭംഗി പുഴതൻ തിരിവിടത്തി കനവിനെന്തു ഭംഗി വർണ്ണരാജികൾ പൂത്തു നിൽക്കുമീ ഈ നാടിനെന്തു ഭംഗി
ഉഴവൻ ചേലയുടുത്തു ഈ നാടിനെന്തു ഭംഗി ഉഴവൻ ചേലയുടുത്തു ഈ കനവിലെന്തു ഭംഗി വന്നരാജിത പൂത്തു നിൽക്കും ഈ നാടിനെന്തു ഭംഗി ഉഴവൻ ചേലയുടുത്തു ഈ നാടിനെന്തു ഭംഗി ഉഴവൻ ചേലയുടുത്തു തീർത്തുമല നിരകൾ നിരയായി തിരങ്കട തീർത്തു കടലകൾ തീർത്തുമല നിരകൾ നിരയായി തിരങ്കട തീർത്തു കടലകൾ ഈ സ്വപ്ന സുന്ദര സുരഭി ഭൂമിയെത്ര ധന്യം പറയൂ ഈ സ്വപ്ന സുന്ദര സുരഭി ഭൂമിയെത്ര ധന്യം പറയൂ ഈ കനവിലെന്തു ഭംഗി വന്നരാജിത പൂത്തു നിൽക്കും ഈ നാടിനെന്തു ഭംഗി ഉഴവൻ ചേലയുടുത്തു. രാമായണവും മഹാഭാരതവും സുന്ദരമായ രണ്ട് ഇതിഹാസ കാവ്യങ്ങളാണ്. രണ്ടിലും ഓരോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്? മണ്ണിനും പെണ്ണിനും അധികാരത്തിനു വേണ്ടി മാത്രം. അതെ, മണ്ണിനും പെണ്ണിനും അധികാരത്തിനു വേണ്ടി മാത്രം. ഇന്നും ഭൂമിയിലെ യുദ്ധങ്ങൾ നടക്കുന്നതിന്റെ കഥ വ്യത്യസ്തമല്ല. അതെന്താണ്? മണ്ണിനും പെണ്ണിനും അധികാരത്തിനു വേണ്ടി മാത്രം. അതെ, മണ്ണിനും പെണ്ണിനും അധികാരത്തിനു വേണ്ടി മാത്രം. യുദ്ധങ്ങൾ ബാക്കിയാക്കിയതാര്? സങ്കടക്കടലുകൾ മാത്രം ഇരകളായി തീർന്നതാര്? മണ്ണിൽ ഇരകളായി തീർന്നതാര്? യുദ്ധങ്ങൾ ബാക്കിയാക്കിയതാര്? സങ്കടക്കടലുകൾ മാത്രം ഇരകളായി തീർന്നതാര്? മണ്ണിൽ ഇരകളായി തീർന്നതാര്? പെണ്ണ്, അവൾ പെണ്ണ്, പെണ്ണ്. അതെ, പെണ്ണ്. ആരാണ് ഈ പെണ്ണ്? മാത്രമല്ല, അവൾ നമുക്കാരായിരുന്നു? അവളെ പറ്റി പറഞ്ഞാൽ അഴകാർന്നിതളാണ് മണ്ണിതളിൽ നന്മയെ വിളയിച്ച പുഞ്ചിരി കതിരാണ്. അഴകാർന്നിതളാണ് മണ്ണിതളിൽ നന്മയെ വിളയിച്ച പുഞ്ചിരി കതിരാണ്. കരുതലിൻ കുടയാണ് അവതേകിടും അമ്മയാണ് അവൾ, അമ്മയാണ്. കരുതലിൻ കുടയാണ് അവതേകിടും അമ്മയാണ് അവൾ, അമ്മയാണ്. അമ്മയാണ്. ഇതിഹാസത്തിൽ ഒരു സ്ത്രീ കഥാപാത്രം വർത്തമാനകാലത്തിലേക്ക് ഇറങ്ങി വരികയാണ്. മാത്രമല്ല, അവർക്ക് നമ്മോട് എന്തോ പറയാനുണ്ട്. അതെ അതെ, അവർക്ക് എന്തോ പറയാനുണ്ട് നമ്മളോട്. അത് കേൾക്കാനായിട്ട് എന്റെ കാത്തു കിടങ്ങനെ തരിക്കാണ്. അതാ നോക്കൂ, ആ മരത്തിന്റെ ചുവട്ടില് ഒരു പെൺകുട്ടി ഇരിക്കുന്നു. ആരാണത്? സൂക്ഷിച്ച് നോക്ക്. ഞാനൊന്നും കണ്ടില്ല. നീ കണ്ടോ? ഞാനൊന്നും കണ്ടില്ല. ദാ അവിടെ. സൂക്ഷിച്ച് നോക്ക്. കൂട്ടരെ നോക്കി, എന്ത് ഭംഗിയവളെ കാണാൻ. അവളുടെ അവളെ കണ്ടാൽ പുഞ്ചിരി അഴകാണ്, കരിനിഴലാണ്, പുലിയുടെ ഭാഗ്യമാണവൾ. പുഞ്ചിരി അഴകാണ്, കരിനിഴലാണ്, പുലിയുടെ ഭാഗ്യമാണവൾ. അത് മറ്റാരുമല്ല എന്റെ കൂട്ടരെ, അത് മിഥിലയുടെ മകളും അയോധ്യയിലെ പുത്രവധുവുമായ സീതാദേവി. യുഗങ്ങൾക്ക് മുൻപേ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരേ ഒരു രാജകുമാരി. രാജകുമാരി ഒന്നല്ലേ, അതേതോ സന്യാസിനിയാണ്. അല്ല, അവൾ കാഷായ വസ്ത്രമാണല്ലോ ധരിച്ചിരിക്കുന്നത്. അവളുടെ മുഖത്ത് ദുഃഖഭാവം നിഴലിച്ചിരിക്കുന്നു. അവൾ എന്തിനായിരിക്കും ആ മരത്തണയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അത് ചോദിച്ചു നോക്കാം. ഏകയായി എന്തിനീ ആൽമരത്തണലിൽ ദുഃഖിതയായി അവളിരിപ്പൂ.
അന്നും ഇന്നും എന്നും മണ്ണിനും പെണ്ണിനും അധികാരത്തിനും വേണ്ടി മാത്രമാണ് ഭൂമിയിൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. എന്നാൽ അതിന്റെ എല്ലാം അവസാന നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വിഭാഗം കാണും. ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അതാ ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന പെൺകുട്ടി സീത. ഓ മന്ത്രി, കഥ കേൾക്കാൻ നമുക്ക് തിടുക്കമായി. കഥ ആരംഭിച്ചാലും പറയാൻ പറ്റുമോ? പണ്ട് മിഥില എന്ന രാജ്യം ഭരിച്ചിരുന്നത് ജനക മഹാരാജാവാണ്. ഐശ്വര്യവും അഭിവൃദ്ധിയും നിറഞ്ഞു നിന്നിരുന്ന ആ രാജ്യം പതിയെ പതിയെ വരൾച്ചയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞു. എന്നാൽ മക്കളില്ലാതിരുന്ന രാജാവും റാണിയും വളരെ ദുഃഖിതരായിട്ടാണ് കാലം കഴിച്ചുകൊണ്ടിരുന്നത്. തങ്ങൾക്ക് ശേഷം ഭരണം ഏൽപ്പിക്കാൻ ഒരു അവകാശം ഇല്ലാതെയായാൽ രാജ്യം തന്നെ അന്യം നിന്ന് പോകും. എന്നാൽ ഈ സമയത്ത് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒന്നും തന്നെ രാജാവോ റാണിയോ അറിഞ്ഞിരുന്നില്ല. പ്രജകൾ വന്ന് സങ്കടം ബോധിപ്പിക്കുമ്പോഴാണ് രാജ്യത്ത് തന്നെ മുഴുവൻ സൂര്യകിരണങ്ങളാൽ ചുട്ടരിക്കപ്പെടുന്ന കാഴ്ച അദ്ദേഹം കാണുന്നത്. അദ്ദേഹം നോക്കി, ചുറ്റിനും നോക്കി, ഒരു പച്ചപ്പിന്റെ ഒരു അംശം പോലും കാണുന്നില്ല. എല്ലാം ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു. ഒരു മരുഭൂമി അനുസ്മരിപ്പിക്കും വിധമായിരിക്കുന്നു മിഥില. ഒരു മഴ ലഭിച്ചിരുന്നു. രാജ്യം തന്നെ നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ രാജൻ സന്യാസി ശ്രേഷ്ഠന്മാരെയും ഗുരുക്കന്മാരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ഇതൊരു അതിഥി വരുത്തണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ സമയത്ത് റാണി ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്നുണ്ടായിരുന്നു. റാണി പറഞ്ഞു, എന്താ പറഞ്ഞത് പ്രഭു, ഇനിയും ഒരു കുഞ്ഞിനു ജന്മം നൽകുവാൻ കഴിയാത്ത ഒരമ്മയല്ലോ ഞാൻ പ്രഭു. ഇതുവരെ എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടിയില്ല. ഏത് ജന്മത്തിന്റെ പാപമാണ് പ്രഭു നാം ഇനി അനുഭവിക്കുന്നത്? പറയൂ പ്രഭു, മക്കളില്ലാത്ത ഈ കഷ്ടകാലത്തെ മറികടക്കാൻ എന്തെങ്കിലും ഒരു പോവഴി പറഞ്ഞു തരില്ലേ ഗുരുക്കന്മാരെ? പറഞ്ഞു തരില്ലേ? എന്നാൽ ഇത് കേട്ട രാജാവിന് വളരെ ദുഃഖം തോന്നി. അദ്ദേഹം അല്പനേരം നിശബ്ദനായി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ആശയം മിന്നി മറിഞ്ഞു. ഈ സമയത്ത് രാജകൊട്ടാരത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. പ്രശ്നവിധികൾ പലതും തെളിഞ്ഞു വന്നു. അവസാന വിധി പ്രകാരം യാഗം നടത്താൻ തീരുമാനിച്ചു. ഈ യാഗം എന്ന് പറഞ്ഞാലേ വെറും യാഗമല്ല, പിന്നെ പുത്രകാമേഷ്ടി യാഗം. അങ്ങനെ ആ യാഗം തന്നെ നടത്തണം, അല്ലാണ്ട് രക്ഷിക്കാമേ. അതെ അതെ. മാത്രമല്ല പുത്രദുഃഖത്താൽ രാജ്യത്തെ തന്നെ മറന്നു പോയിക്കൊണ്ട് യാഗഭൂമി രാജാവ് തന്നെ ഉൾക്കൊള്ളിക്കണമെന്നാണ്. അങ്ങനെ യാഗത്തിന് വേണ്ട നാളുകൾ കുറിച്ചു. അങ്ങനെ ഏറെ നാളുകൾ നീണ്ടു മന്ത്രോച്ചാരണങ്ങൾ മിഥുനാപുരി അഭിഷേകമായി ഏറെ നാളുകൾ നീണ്ടു നിൽക്കുന്ന യാഗത്തിനൊടുവിൽ യാഗഭൂമി ഒഴുതു മറിക്കുന്നതിനായി കലപ്പയുമായി അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി. ഇത് കണ്ടുനിന്ന റാണിയുടെയും പ്രജകളുടെയും കണ്ണുകൾ നിറഞ്ഞു ഉടങ്ങി വരണ്ടു കിടക്കുന്ന ഭൂമി അദ്ദേഹം ഒഴുതു മറിക്കാൻ തുടങ്ങി. അങ്ങനെ ഉഴുതൊഴുത് ഭൂമിയുടെ മധ്യഭാഗത്തെത്തിയപ്പോൾ ഉഴുതുകൊണ്ടിരുന്ന കലപ്പ എന്തിലോ ഉടക്കി. അദ്ദേഹം വലിച്ചു നോക്കി, കിട്ടുന്നില്ല. വീണ്ടും വീണ്ടും വലിച്ചു നോക്കി, കിട്ടുന്നില്ല. അവസാനം ഭടന്മാരെ വിളിച്ചു വരുത്തി. അങ്ങനെ ഭടന്മാർ വന്നു മണ്ണ് മാന്തി നോക്കുകയാണ്. അങ്ങനെ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാന്തി മാന്തി അവരുടെ ദൃഷ്ടിയിൽ പെട്ടെന്നൊരു പെട്ടി കാണപ്പെട്ടു. പ്രഭു, എന്താ ഒരു പെട്ടി? പെട്ടിയോ? ആ പെട്ടി. അതാ ഒരു പെട്ടി. നോക്കൂ. അങ്ങനെ പെട്ടി പുതഞ്ഞിരുന്ന മണ്ണെല്ലാം തുടച്ചു മാറ്റി അവർ ആ പെട്ടി സാവധാനം പുറത്തേക്ക് എടുത്തു വെച്ചു. എല്ലാവരും ആകാംക്ഷയോട് കൂടി ആ പെട്ടിയിലേക്ക് ഉറ്റു നോക്കുകയാണ്. എന്തായിരിക്കും ആ പെട്ടിയിൽ? എന്റെ തുറന്നോ? നിർത്തു, പെട്ടി തുറക്കൂ. ആ പെട്ടി തുറന്നു നോക്കാം. സാവധാനം അവർ ആ പെട്ടി തുറന്നു. പ്രഭു, ഇതാ ഒരു കുഞ്ഞ്. ഒരു കുഞ്ഞ്. അതെ, കുഞ്ഞ്. അതെ, ആ കുഞ്ഞിനെ കണ്ടാൽ അമ്പിളി വാനിലുദിച്ച പോലെ പനിമതി പോലൊരിളം പൈതൽ. അമ്പിളി വാനിലുദിച്ച
പിഞ്ചിളം കുഞ്ഞിനെ ഒന്നു തലോടാൻ മനതാരിലാരും ഒതിച്ചു പോകും. പിഞ്ചിളം കുഞ്ഞിനെ ഒന്നു തലോടാൻ മനതാരിലാരും ഒതിച്ചു പോകും. അമ്പിളി വാനിലുദിച്ച പോലെ പട്ടുകമ്പളം പുതച്ച് കൈകാലുകൾ കുടഞ്ഞ് ഒരു ചന്ദ്രബിംബം മണ്ണിൽ വന്നതുപോലെ സുന്ദരിയായൊരു കുഞ്ഞു. മഹാറാണി ഓടി വന്നു. ആ കുഞ്ഞിനെ കോരിയെടുത്ത് തന്റെ മാറോട് ചേർത്തുകൊണ്ട് ആ കുഞ്ഞിക്ക് അവൾ തുരുതുര ഉമ്മകൾ നൽകിക്കൊണ്ട് പാടുകയാണ്. താലോലം പാടിയുറക്കാം കുഞ്ഞി, താരാട്ടു പാടിയുറക്കാം, താലോലം പാടിയുറക്കാം കുഞ്ഞി, താരാട്ടു പാടിയുറക്കാം. അമ്മിഞ്ഞ പാലു പകരാം പൊന്നുണ്ണി, താരാട്ടു കേട്ടുറങ്ങ്. അമ്മിഞ്ഞ പാലു പകരാം പൊന്നുണ്ണി, താരാട്ടു കേട്ടുറങ്ങ്. രാരിരം രാരിരം രാരോ രാരോ, രാരിരം രാരിരം രാരോ, രാരിരം രാരിരം രാരോ രാരോ, രാരിരം രാരിരം രാരോ. അങ്ങനെ മിഥിലയുടെ പൊന്നോമനയായിട്ട് അവൾ അങ്ങനെ വളരുകയാണ്. അധികം വൈകാതെ അവൾ ആ കുഞ്ഞിനൊരു നാമധേയം നൽകി, മൈഥിലി. മാത്രമല്ല ഭൂമിയിലെ ഒടുവച്ചാലിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അവൾക്ക് സീത എന്ന നാമധേയം കൂടിയുണ്ടായി. അങ്ങനെയാണല്ലേ. അങ്ങനെ കുഞ്ഞു സീതയുടെ വരവോടുകൂടി മിഥിലാപുരി ആകെ പൂക്കാനും കളിക്കാനും തുടങ്ങി. എല്ലാവരും കുഞ്ഞിനെ കാണാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഉള്ള നിറഞ്ഞ സന്തോഷത്താൽ നിൽക്കുന്ന സമയം പ്രകൃതിയും അവരോടൊപ്പം ചേർന്ന് ആർത്തു പെയ്യുന്ന മഴയിൽ ആട്ടവും പാട്ടുമായി മിഥിലാപുരി ആകെ ശബ്ദമുഖരിതമായി. തപ്പുതകിലുമായി കുരവ ചെല്ലമേളം മിഥിലാപുരിയാഘോഷപൂരിതമായി. തപ്പുതകിലുമായി കുരവ ചെല്ലമേളം മിഥിലാപുരിയാഘോഷപൂരിതമായി. മിഥിലാപുരി കോരിത്തരിച്ചു നിന്നു, മിഥിലാപുരി കോരിത്തരിച്ചു നിന്നു. പരമേള താളത്തിൽ നാട്ടവും പാട്ടുമായി മിഥിലാപുരി കോരിത്തരിച്ചു നിന്നു, മിഥിലാപുരി കോരിത്തരിച്ചു നിന്നു. തപ്പുതകിലുമായി കുരവ എന്ന മേളം മിഥിലാപുരി ആഘോഷപൂരിതമായി. തപ്പുതകിലുമായി കുരവ എന്ന മേളം മിഥിലാപുരി ആഘോഷപൂരിതമായി. ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കളോടൊക്കെ വളരെയേറെ വാത്സല്യവും ഇഷ്ടവും സ്നേഹവും എല്ലാം ഉണ്ട് അല്ലെ? എന്നാൽ ചില മക്കളുടെ കയ്യിലിരുത്ത് നമ്മൾ മാതാപിതാക്കൾ അറിയില്ല. അതെ, നമുക്ക് അവരുടെ വേഷവിധാനം ഒന്ന് കണ്ടാലോ? അവളെവിടെ കേറിയ ജീൻസ് പണിഞ്ഞ്, അവളെവിടെ കേറിയ ജീൻസ് പണിഞ്ഞ്, അവളെവിടെ കേറിയ ജീൻസ് പണിഞ്ഞ്, അവളെവിടെ കേറിയ ജീൻസ് പണിഞ്ഞ്. മുടി നീട്ടി വളർത്തി, മുടി നീട്ടി വളർത്തി, അവളെവിടെ കേറിയ ജീൻസ് പണിഞ്ഞ്, കഴുത്തറ്റമര മുടി നീട്ടി വളർത്തി, അവളെവിടെ കേറിയ ജീൻസ് പണിഞ്ഞ്, കഴുത്തറ്റമര മുടി നീട്ടി വളർത്തി. മാത്രമല്ല കയ്യിലൊരു കോട പിടിച്ചുകൊണ്ടങ്ങനെ പായുന്നു ബൈക്കില പിള്ളേ. കയ്യിലൊരു കോടും പിടിച്ചുകൊണ്ടങ്ങനെ ബൈക്കില പിള്ളേ. ഇതാണ് നമ്മുടെ മക്കളുടെ ഇന്നത്തെ അവസ്ഥ. അത് മാത്രമല്ല നമ്മുടെ സീത വില്ല് കുലച്ച് സീതയെ സ്വന്തമാക്കാനായിട്ട് കുറെ രാജാക്കന്മാര് വന്നിരിക്കുന്നുണ്ട്. തെക്ക് ദേശം വാഴുതമ്പരാന്, വടക്ക് ദേശം വാഴുതമ്പര, ഇവരെല്ലാവരും വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ സീതയെ വില്ല് കുലച്ച് സീതയെ സ്വന്തമാക്കാൻ വന്ന കൂട്ടത്തില് സീത ഭരണമാറ്റമായിട്ട് ആരെയാണോ സ്വീകരിക്കേണ്ടതെന്ന് പറയാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ശ്രീരാമൻ അതുവഴി വരുന്നത്. കൊട്ടാരത്തിലേക്ക് വന്ന അഭൗമ തേജസ്സിനെ കണ്ട് എല്ലാവരും ഭയഭക്ത ബഹുമാനത്തോടു കൂടി നോക്കിയിരുന്നു. ഈ സമയം സീത ശ്രീരാമനെ നോക്കി ഒളിക്കുന്ന ഒരു നോട്ടം അറിഞ്ഞു.
ആദ്യാനുരാഗത്തിലെ പല്ലവിയിട്ടും പൂവിട്ടൊരനുരാഗം നീ. ആദ്യാനുരാഗത്തിലെ പല്ലവിയിട്ടും പൂവിട്ടൊരനുരാഗം നീ. രാമനിൽ രാഗ വിനോദയായി ചെയ്ത ചുവന്ന കവിളിന നുള്ളിയുർമിള. രാമനിൽ രാഗ വിനോദയായി ചെയ്ത ചുവന്ന കവിളിന നുള്ളിയുർമിള. കരിവാത്തോടി തോടി കരിവാത്തോടി തോടി കരിവാത്തോടി തോടി കരിവാത്തോടി തോടി. ആദ്യാനുരാഗത്തിലെ പല്ലവിയിട്ടും പൂവിട്ടൊരനുരാഗം നീ. നമ്മുടെ വീട്ടില് എവിടൊക്കെ നല്ല എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുമ്പോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുശ്ശകുനങ്ങൾ കയറി വരും അല്ലെ? ആ നല്ല കാര്യങ്ങളെ തല്ലിക്കെടുക്കാനായിട്ട് ഓരോ അപ്പൊ നമ്മുടെ ഇവിടെ കൈകേകിലെ ദാസിയായ മന്ധരയാണ് ഇത്തവണ ഇവിടെ വന്നിരിക്കുന്നത്. ഈ മന്ധരയെ കുറിച്ചൊന്ന് പറയുകയാണെങ്കില് കുതന്ത്രങ്ങളോ മന്ദര കള്ളക്ഷരങ്ങളും ഒഴിവാക്കുകളും കൊണ്ട് ഏതൊരാമായുസം പഠിച്ചിടം പോലെ കള്ളശ്ശീലിയോടെ മന്ദര. ഏതൊരു മഹായുസം പഠിച്ചിടം പോലെ കള്ളശ്ശീലിയോടെ മന്ദര. കുതന്ത്രങ്ങളോരോന്നായി ചൊല്ലി മന്ദര കള്ളക്ഷരങ്ങളും ഒഴിവാക്കുകളും കൊണ്ട്. കുതന്ത്രങ്ങളോരോന്നായി ചൊല്ലി മന്ദര കള്ളക്ഷരങ്ങളും ഒഴിവാക്കുകളും കൊണ്ട്. നമ്മുടെ രാമന്റെ അരികിലേക്ക് ചെല്ലാൻ ശ്രമിച്ച ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് താഴെ വീണു. രാമൻ പിതാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് പറഞ്ഞു, എന്തിനീ തല തല്ലി കരയുവതെന്താതൻ, പോയി വരാം ഞങ്ങൾ യാത്രയാക്കൂ. എന്തിനീ തല തല്ലി കരയുവതെന്താതൻ, പോയി വരാം ഞങ്ങൾ യാത്രയാക്കൂ. ഇനി എന്നു കാണുമെന്നറിയാതെ ഈ യാത്ര എന്നു മടങ്ങുവാനായിരിക്കും, എന്നു മടങ്ങുവാനായിരിക്കും. എന്നു കാണുമെന്നറിയാതെ ഈ യാത്ര എന്നു മടങ്ങുവാനായിരിക്കും, എന്നു മടങ്ങുവാനായിരിക്കും. നമ്മുടെ ലങ്കാധിപനായ രാവണന് സീതയിൽ അനുരാഗം നാമിട്ടു. നമുക്കതൊന്ന് കേട്ടാലോ. പ്രണയം തരിച്ച രാവണരാജൻ സീതയിൽ അനുരാഗലഹരിയായി. പ്രണയം തരിച്ച രാവണരാജൻ സീതയിൽ അനുരാഗലഹരിയായി. ആമുക്ത സൗന്ദര്യത്തിൽ ലയിച്ചുറങ്ങാൻ ചഞ്ചല ഹൃദയവുമായി ദശമുഖരാജൻ. ആമുക്ത സൗന്ദര്യത്തിൽ ലയിച്ചുറങ്ങാൻ ചഞ്ചല ഹൃദയവുമായി ദശമുഖരാജൻ. പ്രണയം തരിച്ച രാവണരാജൻ സീതയിൽ അനുരാഗലഹരിയായി.
കാനനം കാണണം എന്നുള്ളൊരാഗ്രഹം പതിതന്റെ കാതിൽ പറഞ്ഞിരുന്നു. കാനനം കാണണം എന്നുള്ളൊരാഗ്രഹം പതിതന്റെ കാതിൽ പറഞ്ഞിരുന്നു. ഒരു ദിനം സോദരൻ തന്നോടൊരുമിച്ചു കാനനം തന്നിൽ വന്ന നേരം. ഒരു ദിനം സോദരൻ തന്നോടൊരുമിച്ചു കാനനം തന്നിൽ വന്ന നേരം. കാനനം കാണണം എന്നുള്ളൊരാഗ്രഹം പതിതന്റെ കാതിൽ പറഞ്ഞിരുന്നു. കാനനം കാണണം എന്നുള്ളൊരാഗ്രഹം പതിതന്റെ കാതിൽ പറഞ്ഞിരുന്നു. മഴകൾ കിലുങ്ങുന്ന പോലെ കളികൾ അലയടിച്ചു. കുപ്പിമലകൾ കിലുങ്ങുന്ന പോലെ കളികൾ അലയടിച്ചു. തിരുവിരുങ്ങളെ കൊലത്തുകൾ തിരുത്തി ആടി കളിച്ചു രസിച്ചിരുന്നു. തിരുവിരുങ്ങളെ കൊലത്തുകൾ തിരുത്തി ആടി കളിച്ചു രസിച്ചിരുന്നു. കുപ്പിമലകൾ കിലുങ്ങുന്ന പോലെ കളികൾ അലയടിച്ചു. കുപ്പിമലകൾ കിലുങ്ങുന്ന പോലെ കളികൾ അലയടിച്ചു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഓരോരുത്തരുടെ പേര് പറ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷീല വേലായുധൻ. മാളയില് കൊടവത്തുകുന്ന് എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. 1.5 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി സംഘടിപ്പിച്ച ഈ വില്ലടിച്ചാൻ പാട്ട് അല്ലെങ്കിൽ വിൽക്കലാമേള എല്ലാവരും കാണുക, ഞങ്ങളെ അനുഗ്രഹിക്കുക, എല്ലാവരുടെയും സഹായവും സഹകരണമൊക്കെ ഞങ്ങൾക്ക് തരിക. താങ്ക് യു. എൻ്റെ പേര് ജയമോഹനൻ, അന്നമനടയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സുബിത പ്രസാദ്, അനന്തപുരത്താണ് വീട്. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ എല്ലാവരും വിജയിപ്പിച്ച് തരിക. ഞാൻ ഷീബ രാമകൃഷ്ണൻ, മാളയില് കുഴൂർ പഞ്ചായത്തിലെ തിരുമുക്കുളത്താണ് വീട്. ഞാനിവിടെ പാട്ട് പാടാനായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിന് നല്ലോണം പ്രോത്സാഹനം തന്ന് ഞങ്ങൾക്ക് നല്ലൊരു വേദി ഒരുക്കി തന്ന് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമസ്കാരം. എൻ്റെ പേര് പ്രീതി വിക്രമൻ. ഞാൻ ആലത്തൂരിലെ പറപ്പുകര പഞ്ചായത്തിൽ നിന്നും വരുന്നു. ഞങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ മാളയിൽ നിന്നും വരുന്ന ഷീല ടീച്ചറാണ്. ഇത് നല്ല നിലയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും അത് തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ഷീല ഷാജു. മാളയ്ക്കടുത്തുള്ള മാളപ്പള്ളിപ്പുറം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞങ്ങളുടെ ഈ വിൽക്കലാമേളയുടെ ടോപ്പ് ഞങ്ങളുടെ ഷീല ചേച്ചിയാണ്. ഷീല ചേച്ചിയുടെ വീടിൻ്റെ ഭാഗത്ത് തന്നെയാണ് എൻ്റെ വീട്. ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ട്രൂപ്പ് വരാൻ തന്നെ കാരണം ഷീല ചേച്ചിയാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും ഞങ്ങളുടെ പരിപാടി ഗംഭീര വിജയത്തിലെത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ശോഭന. ഞാൻ മതിലകം പഞ്ചായത്തിൽ നിന്ന് വരുന്നു. എൻ്റെ മിനി എന്ന് പറഞ്ഞ കൂട്ടുകാരിയാണ് എന്നെ ഷീല ടീച്ചറിനെ പരിചയപ്പെടുത്തി അങ്ങനെ വന്നത്. ഞാൻ പുതിയ ആളാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. നമസ്കാരം. എൻ്റെ പേര് ദ്രവമിത്ര, അനന്തപുരത്തുനിന്ന് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനി, പെരിഞ്ഞനം പഞ്ചായത്തിൽ നിന്ന് വരുന്നത്. ഞങ്ങൾ വളരെ നന്നായി പഠിപ്പിക്കുന്ന ഷീല ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ കലയിലേക്ക് വിൽക്കലാമേളയിലേക്ക് എന്നെ എത്തിച്ചത് സുബിതയാണ്. സുബിതയോടും വളരെയധികം നന്ദി പറയുന്നു. മറ്റെല്ലാ മെമ്പേഴ്സിനോടും നന്ദി പറയുന്നു. ഞങ്ങൾ ഈ പ്രോഗ്രാം കണ്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് ലൈക്ക് തന്ന് ഇനിയും ഞങ്ങൾ പ്രോത്സാഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. എൻ്റെ പേര് ശോഭ സുബ്രഹ്മണ്യൻ, അന്നമനട പഞ്ചായത്തിൽ നിന്ന് വരുന്നു. ഷീല ടീച്ചർ എൻ്റെ അനിയത്തിയാണ്. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ പേര് സൂര്യ സജീർ. ഞാൻ മാളപ്പള്ളിപ്പുറത്തു നിന്നാണ് വരുന്നത്. ഈ വില്ലടിച്ചാൻ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ അന്യം നിന്ന് പോയ ഒരു കലയാണിത്. ആ കലയെ വീണ്ടും കൊണ്ടുവന്നത് ഞങ്ങൾക്കൊരു കോർഡിനേറ്റർ ഉണ്ട്, തിലകൻ സാറ്. ആ സാറും ഷീല ഷാരത്ത് എന്നാണ് ഞങ്ങളുടെ മാഡത്തിന്റെ പേര്, ടീച്ചറാണ്. ഞങ്ങൾക്ക് ഈ കലയോടുള്ള ഒരു എന്താ പറയാ ആകർഷണം കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഷെയറും പ്രാർത്ഥനയും ഒപ്പം തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങളുടെ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ വിനീതമായി തന്നെ പറയുകയാണ്. നന്ദി, നമസ്കാരം. അല്ല, നിങ്ങൾ തുടങ്ങാണ്ട കാരണം എന്താ? ഇങ്ങനെ സാധാരണ ആണുങ്ങളാണ് അത് ചെയ്യാറ്. ആണുങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ വില്ലടിച്ചമ്പാട്ട് ചെയ്യുന്നത്.
ചെറുപ്പത്തിൽ കണ്ടുള്ളതാണ്, വളരെ ചെറുപ്പത്തിൽ കണ്ടുള്ളതാണ്. അതെ, ഞാന് ചെറുപ്പത്തിലെ ഞാൻ ഒരു കഥാപ്രസംഗമായിരുന്നു എന്റെ പ്രൊഫഷണല്. ആ. അപ്പോൾ കുറെ സ്റ്റേജുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ശീലശാരത്ത് മാള എന്ന് പറഞ്ഞാലേ ഞാൻ അവിടേക്ക് അറിയുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ 30 വർഷമായിട്ട് ഞങ്ങൾ ഇടുക്കിയിലാണ് ജോലിയൊക്കെ ആയിട്ട് അവിടെയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് വീണ്ടും മാതൃവേണി എന്ന ഒരു വനിതാ കൂട്ടായ്മയിൽ ഞാൻ പോവുകയും അതിലൊരു അംഗമാണ് ഷീബ ചേച്ചി. അപ്പോൾ അവിടെ ചെന്ന് വിൽക്കലാമേളയിൽ എൻ്റെ കഥയായിരുന്നു എനിക്കവിടെ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കഥ പറഞ്ഞു, അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നി സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് സ്വന്തമായിട്ട് തുടങ്ങണം എന്ന് തോന്നി. അങ്ങനെ ഇതും 3ാമത്തെ 4ാമത്തെ കണ്ട് ഗ്രൂപ്പാണ്. കാരണം ഓരോരുത്തരും ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കാരണം ഓരോരുത്തർക്ക് പിരിഞ്ഞു പോയി. എങ്കിലും എല്ലാവരും ഇപ്പൊ കിട്ടിയിരിക്കുന്ന പിള്ളേരുടെ കുട്ടികളെന്ന് വെച്ചാൽ എല്ലാവരും ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ നമുക്ക് ഇതിനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. അവരെല്ലാവരും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരെ എത്തി. സാറിന്റെ മുന്നിൽ വന്നിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റി. അതൊക്കെ ദൈവത്തോട് നന്ദി പറയണു. അപ്പം ഇതൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇപ്പൊ നിങ്ങൾ പരിപാടികളൊക്കെ ഇത് അമ്പലപ്പറമ്പിലൊക്കെ വന്നു കഴിഞ്ഞാല് ബുക്കിംഗ് ഏറ്റെടുത്ത് പരിപാടി അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പണി ഒക്കെ കളഞ്ഞ് ജോലിയൊക്കെ ചിലപ്പോൾ ലീവ് എടുത്തിട്ടൊക്കെയാണ് ഇവർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ കലയോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാവരും ഇതില് പ്രാക്ടീസിന് വരും. അതിന് ഏറ്റവും വലിയൊരു ഞങ്ങളുടെ ഒരു വിജയമാണ്. അങ്ങനെ വന്ന് ഇപ്പൊ സാറാണെങ്കിൽ പോലും ഇപ്പൊ തിലൻ സാറാണെങ്കിൽ പോലും ഞങ്ങളുടെ ഒപ്പം നിന്ന് എന്തിനും ഏതിനും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അപ്പൊ നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെയാണോ പ്രോഗ്രാം കിട്ടുന്നത് അതനുസരിച്ച് ഞങ്ങൾ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. എവിടെയാണെങ്കിലും ഞങ്ങൾ പ്രോഗ്രാം എടുക്കും. റേറ്റ് ഒക്കെ ഞങ്ങളുടെ സ്ഥലത്തിനനുസരിച്ചിട്ട് ഞങ്ങളുടെ കോർഡിനേറ്റർ ആണ് അത് പറയുന്നത്, അതിനെ കുറിച്ചൊക്കെ പറയുന്നത്. നിങ്ങൾ ഇത്ര ആൾക്കാർ ഇനിയില്ല, ഞങ്ങൾക്ക് 5, 7, 9, 10 അങ്ങനത്തെ ഒരു അത്രയും ആൾക്കാർ മതി. ഇത് കൂടുതൽ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ആൾക്കാർ വരുന്നുണ്ട്. വരികയാണെങ്കിൽ നമ്മൾ നിർത്തും അവിടെ വെച്ചാൽ. നമ്മൾ ഇനിയിപ്പോ ഓരോരുത്തർ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ പകരം നമ്മള് അവരെ വെക്കും. അല്ല, അങ്ങനെയില്ല. നമ്മൾക്ക് അതൊരു നമ്മൾ അത്രയും ആൾക്കാരെ ഇതാക്കി കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് ഇത് പറയുമ്പോ എല്ലാവരുടെ അടുത്തും അങ്ങനെയൊക്കെ നമ്മളൊരു എന്താ പറയാ ഒറ്റസംഖ്യയിൽ അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അപ്പൊ ബുക്കിംഗ് വന്നാൽ എവിടെ പോയാലും ഞങ്ങൾ തയ്യാറാണ്. എല്ലാവരുടെയും സഹകരണം. ഡാൻസ് അങ്ങനെ പരിപാടി പിന്നെ ഞങ്ങൾ ഇതിലെല്ലാവരും കലാകാരികളാണ്. ഒരു തരത്തിലും മറ്റൊരു തരത്തിലെ ഓരോ കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടികളാണ്. ഞാൻ കഥാപ്രസംഗം ഉണ്ട്. പിന്നെ ഇവിടെ കഥകളി പഠിച്ച കുട്ടികളുണ്ട്, നാടൻ പാട്ടുണ്ട്. കഥകളി ജസ്റ്റ് ഒരു കഥകളൊക്കെ കളിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ നാടൻ പാട്ടുണ്ട്. അങ്ങനെ ഓരോ കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ അധികം പഠിപ്പിച്ച് ബുദ്ധിമുട്ടണ്ട. അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. ഞാൻ ചോദിച്ചതല്ല, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സ്റ്റേജ് പ്രോഗ്രാം പോകുമ്പോ വില്ലടിച്ച പാട്ടിന്റെ കൂടെ അതിന്റെ കൂടെ വേറെ പ്രോഗ്രാം ഞങ്ങൾ ആഡ് ചെയ്യും. നാടൻ പാട്ട് കാരണം 1.5 മണിക്കൂറാണ് ഞങ്ങളുടെ പ്രോഗ്രാം വരുന്നത്. ഇപ്പൊ 2 മണിക്കൂർ ആക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കോർഡിനേറ്റർ കൂടി സമ്മതിക്കുകയാണെങ്കിൽ നമ്മളതൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ എത്രയാണോ അവർക്ക് വേണ്ടതനുസരിച്ചുള്ള പ്രോഗ്രാം ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പൊ ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ലൈവ് വായിക്കുന്നു. ലൈവ് തന്നെ ആയിക്കല്ലേ. അപ്പൊ ഇന്ന് അവരില്ലാതുകൊണ്ടല്ലേ? ഇന്ന് വരുന്നില്ല. കാരണം 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഇങ്ങനെ കാരണം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്. അപ്പൊ സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞങ്ങള് വിളിച്ചില്ല. എന്നാലും പാട്ട് നന്നായി. ഓർക്കസ്ട്രേഷൻ കൂടി ഉണ്ടെങ്കിൽ കാരണം ഞങ്ങൾക്ക് ഈ പാട്ട് കഥ എഴുതിയ സിനി സദൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. പിന്നെ ഇത് സംഗീതം ചെയ്തിരിക്കുന്നത് അനുദാസ് ആണ്, പൂപ്പത്തി. പിന്നെ അല്ല, ഇതിപ്പോ ഞാന് ഇത് യൂട്യൂബിൽ ഇടാനാണ്. അപ്പൊ നിങ്ങളെ ഇത് ഓർക്കസ്ട്രേഷൻ കൂടി ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഗംഭീരാവും. ഇപ്പൊ നമ്മളിപ്പോ കാണുന്നവർ വിചാരിക്കുക ഇതാണോ ഒരു പരിപാടി, അതാ ഞാൻ പ്രത്യേകിച്ച് വെച്ചത്. അപ്പൊ ഇതിന് ഓർക്കസ്ട്രയും കൂടി ഉണ്ടാവും. സെറ്റപ്പ് ആയിട്ടാണ് ചെയ്യവര്. ഇതിപ്പോ ഒരു റിഹേഴ്സലാണിത്. അപ്പൊ അങ്ങനെ കരുതരുത്. ഇത് റിഹേഴ്സൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പരിപാടി അതിഗംഭീരാവും. എന്തായാലും ശിവചേട്ടൻ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞുള്ളത്. അപ്പൊ നല്ല പരിപാടി തന്നെയാണ്. പുള്ളി നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതെന്ന് പറയുള്ളൂ. അത് കാരണം നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ഇവരെ ബുക്കിങ്ങിനുള്ള നമ്പർ ഈ വീഡിയോയുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അത് കണ്ടിട്ട് ബുക്ക് ചെയ്ത് ഇവരെ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഒരു വനിതാ കൂട്ടായ്മയില് അന്യം നിന്ന് പോണ ഒരു കലേനെ പൊക്കിയെടുത്ത് കൊണ്ടുവരണം. അപ്പൊ അവർ ചെയ്യണ അതിന്റെ പ്രവർത്തിക്ക് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അവരെ. പ്രിയമുള്ളവരെ, കേരളത്തിലെ അന്യം നിന്ന് പോകുന്ന ഒട്ടേറെ കലാരൂപങ്ങളുണ്ട്. ആ കലാരൂപങ്ങളിൽ ഏറെ പഴക്കം ചെന്നിട്ടുള്ളൊരു കലാരൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന വില്ലടിച്ചാമ്പാട്ട് എന്ന കല. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് രാജ്യഭരണകാലത്ത് രാജാവും മന്ത്രിയും പരിവാരങ്ങളും ചേർന്ന്
കാട്ടിലെ കൊടുങ്കാടുകളിൽ നായാട്ടിനായിട്ട് പോകുമ്പോൾ അവർ നായാട്ട് കഴിഞ്ഞ് ക്ഷീണിതരാകുമ്പോൾ അവർ ഒരു മരത്തണലിൽ ഒത്തുചേർന്ന് അവരുടെ ആ ക്ഷീണം അകറ്റാൻ വേണ്ടി അവർ ആ ക്ഷീണം അകറ്റിയിരുന്ന ആ സമയം ആനന്ദകരമാക്കുന്നതിന് വേണ്ടി തങ്ങളുടെ കയ്യിലുള്ള വില്ല് തിരിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ ഞാണിന്മേൽ കൊട്ടിപ്പാടിയിരുന്ന ആ പാട്ടാണ് പിൽക്കാലത്ത് വില്ലടിച്ചാമ്പാട്ട് എന്ന പേരിൽ ലോകമെമ്പാടും പ്രചാരത്തിലെത്തിയത്. വളരെ മുന്നേ തന്നെ നമ്മുടെ നാട്ടിലെ ഉത്സവവേദികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കലാരൂപമായിരുന്നു വില്ലടിച്ചാമ്പാട്ട്. പക്ഷെ അതിൻ്റെ ആസ്വാദന തലങ്ങളെല്ലാം മാറിയപ്പോൾ, ആസ്വാദന രീതികൾ മാറിയപ്പോൾ ഇന്ന് നമുക്ക് ഈ കലാരൂപം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള മണ്ണിൻ്റെ ഗന്ധമുള്ള, അതുപോലെ തന്നെ ഗ്രാമീണ സൗന്ദര്യമുള്ള കല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കല ഇതാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഇതുപോലുള്ള കലാരൂപങ്ങൾ നമുക്ക് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം മനുഷ്യർ ആസ്വാദന തലങ്ങൾ വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങുമ്പോൾ ലഹരിക്കും മദ്യത്തിനുമൊക്കെ അടിമകളായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള നാടൻ കലകൾ സംരക്ഷിച്ച് അതിനെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഉപയോഗപ്രദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ കലാരൂപത്തെ വീണ്ടും പുനർജീവൻ നൽകിയിരിക്കുന്നത്. ഈ കലാരൂപം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഇത് മാളയിലുള്ള ഒരു കൂട്ടം വനിതകൾ ചേർന്നാണ് ഇതിന് രൂപം നൽകിയിരിക്കുന്നത്. ഇത് ഗീതാഞ്ജലി വില്ലടിച്ചാമ്പാട്ട് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പരിപാടി നിങ്ങൾ ഏറ്റെടുക്കണം. നല്ല രീതിയിലുള്ള ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ അടുത്ത ഉത്സവങ്ങളിലും അതുപോലെ തന്നെ മറ്റു പരിപാടികളിലെല്ലാം ഞങ്ങളുടെ പരിപാടികൾ ഉൾപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.